CPM പ്രതിനിധി വി വസീഫിലേക്കാണ്. CPM എടുത്തിരിക്കുന്ന നിലപാട് വളരെ അത്ഭുതകരമാണ്. ശ്രീ വസീഫ്, ചേലക്കര മണ്ഡലത്തിൽ ഏകദേശം 27,000 വോട്ട് കുറയുന്നു. പാലക്കാട് നിയോജക മണ്ഡലത്തിൽ പ്രതിപക്ഷ പാർട്ടിക്ക് കഴിഞ്ഞ തവണയുണ്ടായിരുന്ന 54,000-ൽ നിന്ന് 5,000-ലേറെ വോട്ടുകൾ വർദ്ധിച്ച് 59,000 ആവുന്നു. അവരുടെ ഭൂരിപക്ഷം 15,000 കണ്ട് വർദ്ധിക്കുന്നു. പ്രതിപക്ഷത്തിന് വോട്ട് വർദ്ധിക്കുന്നതും ഭരണകക്ഷിയിൽപ്പെട്ട ഒരു MLAക്ക് ഭൂരിപക്ഷം കുറയുന്നതും ഭരണവിരുദ്ധ വികാരമല്ലേ ശ്രീ വി വസീഫ്? അരുണെ, നമ്മളിപ്പോൾ കാണേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ മാധ്യമങ്ങളും അതുപോലെ തന്നെ UDFും വലതുപക്ഷവുമൊക്കെ വലിയ പ്രചരണം നടത്തിയ ഒരു കാര്യമുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് UDFന് കിട്ടിയ വലിയ മേൽക്കൈ ഭരണവിരുദ്ധ വികാരമാണ്. ആ വോട്ട്, ആ മനസ്സ് ഇവിടെ നിലനിൽക്കുന്നു എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. എന്തിന് ചേലക്കരയിൽ 2,000 മുതൽ 6,000 വരെ വോട്ടിന് എന്ത് സംഭവിച്ചാലും UDF വിജയിക്കും എന്നായിരുന്നല്ലോ ഇവർ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന UDF അവരുടെ വാദത്തിൽ നിന്ന് പുറകോട്ട് പോയി എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇവിടെ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് നേട്ടമല്ലേ ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്? ഞങ്ങൾക്ക് വലിയ നേട്ടമാണ് ഉണ്ടായത്. സാധാരണഗതിയിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇവർ പറയുന്നത് കഴിഞ്ഞ ചേലക്കരയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ട് 2021 വോട്ടിംഗ് ശതമാനം വെച്ചിട്ടാണ്, അല്ലെങ്കിൽ വോട്ടിൻ്റെ എണ്ണം വെച്ചിട്ടാണ് ഇപ്പോഴത്തെ ഈ തെരഞ്ഞെടുപ്പിനെ അവർ കാണുന്നത്. അന്ന് അവിടെ മത്സരിച്ചിരുന്ന രാധാകൃഷ്ണേട്ടന് കിട്ടിയ വോട്ടിൻ്റെ എണ്ണം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനു മുമ്പ് UR പ്രദീപ് മത്സരിച്ച വോട്ടിനേക്കാൾ ഭൂരിപക്ഷം ഞങ്ങൾക്ക് കിട്ടുന്ന സാഹചര്യം ഉണ്ടായി. സാധാരണഗതിയിൽ ഞങ്ങൾക്ക് അവിടെ കിട്ടുന്നൊരു വോട്ടുണ്ട്. ഈ ലോകസഭയിൽ 5,200 വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമുണ്ടായിരുന്ന ഞങ്ങൾ അവിടെ വോട്ടിംഗ് പെർസെൻറ്റേജ് വരെ വർദ്ധിപ്പിച്ച് ഞങ്ങൾ വിജയിക്കുന്ന സാഹചര്യമുണ്ടായി. ഏതൊക്കെ പ്രചരണങ്ങളെ, എല്ലാ തരത്തിലുള്ള പ്രചരണങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് വന്നത്. അങ്ങനെ മുന്നോട്ടേക്ക് വന്നതിനെ മറ്റൊരു രീതിയിൽ കാണേണ്ടതില്ലല്ലോ. പാലക്കാട് നോക്കൂ നിങ്ങൾ, പാലക്കാട് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ ഇവരെന്തായിരുന്നു പറഞ്ഞത്? LDF ചിത്രത്തിലേ ഇല്ല എന്നുള്ളതാണ്. ചിത്രത്തിലേ ഇല്ലാത്ത LDFും BJPയും തമ്മിലുള്ള വ്യത്യാസം വളരെ നേർത്തതാണ് അരുൺ. പാലക്കാട് അങ്ങനെ ആയിരുന്നില്ല. ഞങ്ങളും അവരും തമ്മിൽ 9,000 വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നിടത്താണ് ഞങ്ങൾ വളരെ ചെറിയ വ്യത്യാസത്തിലേക്ക് എത്തുന്നത്. ഞങ്ങൾക്ക് കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ, പ്രത്യേകിച്ച് ലോകസഭയിൽ കിട്ടിയതിനേക്കാളും നിയമസഭയിൽ കിട്ടിയതിനേക്കാളും വോട്ട്, അതായത് ഞങ്ങൾ 99 സീറ്റ് കിട്ടി അധികാരത്തിൽ വരുന്ന സമയത്ത് പോലും ഞങ്ങൾക്ക് കിട്ടാത്ത വോട്ടാണ് ഇപ്പോൾ ഞങ്ങൾക്ക് അവിടെ കിട്ടുന്നത്. അതൊരു നേട്ടമല്ലേ? അതൊരു നേട്ടമാണ്. ആ നേട്ടത്തെയാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. ഇത് എന്തിനൊക്കെ അതിജീവിച്ചതാ? നിങ്ങൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞ SDPIയെയും ജമാഅത്ത് ഇസ്ലാമിയെയും RSSനെയും എല്ലാം അതിജീവിച്ച് കിട്ടിയ വോട്ടാ. ഇവർ എല്ലാവരും കൂടി ചേർന്ന് CPMനെ, ഇടതുപക്ഷത്തെ, പ്രത്യേകിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയെയൊക്കെ അങ്ങ് വല്ലാതെ ആക്ഷേപിക്കാൻ വേണ്ടി പരിശ്രമിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നല്ലോ ഈ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിലാണ് ഞങ്ങൾ ഈ മിന്നും വിജയം നേടിയത്. ആ മിന്നും വിജയം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അർഹതപ്പെട്ടതാണ്. ഇവിടെ വികസന പ്രവർത്തനങ്ങളോടൊപ്പം ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങളെ ഞെരുക്കാൻ ശ്രമിച്ചിട്ട് പോലും, സാമ്പത്തികമായി കേരളത്തെ തകർക്കാൻ ശ്രമിച്ചിട്ട് പോലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് നിർത്തി വിശ്വാസത്തിലെടുത്ത് വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്, അതോടൊപ്പം തെളിമയാർന്ന മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ, BJPയുടെ സംഘപരിവാരത്തിൻ്റെ വർഗീയ നിലപാടുകൾക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ മാതൃകയായ കേരളത്തിന് കിട്ടുന്ന അതിനെല്ലാം കളങ്കം ചാർത്തുന്ന തരത്തിലേക്കാണ്. പോയി ഹലോ, അങ്ങനെയാണെങ്കിൽ ചേലക്കരയിൽ കഴിഞ്ഞ തവണ രാധാകൃഷ്ണന് കിട്ടിയ 38,000-ലെ വലിയ വോട്ടുകൾ എങ്ങനെയാണ് K ബാലകൃഷ്ണൻ എന്ന BJP സ്ഥാനാർത്ഥിക്ക് പോകുന്നത്? ഭരണവിരുദ്ധ വികാരമില്ലെങ്കിൽ, സർക്കാർ അനുകൂലമായിട്ട് തരംഗമായിരുന്നുവെങ്കിൽ രാധാകൃഷ്ണൻ ഉണ്ടായിരുന്ന ഭൂരിപക്ഷം ചുരുങ്ങിയ പക്ഷം അവർ വോട്ട് ചെയ്യാതിരിക്കണമായിരുന്നു. പക്ഷേ അത് പ്രതിപക്ഷ കക്ഷികളിലേക്ക് പോയി, അത് BJPയിലേക്ക് പോയി. രമ്യ ഹരിദാസ് അവിടെ വോട്ട് വർദ്ധിപ്പിച്ചു. അതെങ്ങനെ സാധിച്ചു? ചേലക്കര മണ്ഡലം മാത്രമെടുത്താൽ അല്ല, അങ്ങനെ കാണേണ്ട. അവിടെ ഞങ്ങൾക്ക് സാധാരണ കിട്ടുന്ന വോട്ട് ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്.
പിന്നെ രാധേട്ടനെ സംബന്ധിച്ചിടത്തോളം രാധേട്ടൻ്റെ ഒരു വൈബ്രൻസിക്ക് കിട്ടുന്ന അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾക്ക്, അദ്ദേഹത്തിൻ്റെ ദീർഘനാളത്തെ ആ മണ്ഡലവുമായിട്ടുള്ള ബന്ധത്തിന് ഒക്കെ കിട്ടുന്ന വോട്ടുണ്ട്. അതൊരു പക്ഷേ ഈ പറയുന്ന എല്ലാ വിഭാഗം ജനങ്ങളും അദ്ദേഹത്തെ പിന്തുണച്ചതിന് കിട്ടുന്ന വോട്ടാണ്. പക്ഷേ ഞങ്ങളെ ഈ സംബന്ധിച്ചിടത്തോളം തന്നെ ഈ രാധാകൃഷ്ണേട്ടനും ഈ പറയുന്ന രമ്യ ഹരിദാസും മത്സരിച്ച ലോകസഭയിൽ ഞങ്ങൾക്ക് കിട്ടിയ വോട്ടിനേക്കാൾ ഞങ്ങൾ മുന്നോട്ട് വരുന്ന കാഴ്ച 3-4